ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുന്ന ഒരു സാഹചര്യം. അതിലിപ്പോൾ പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ കാലാവധി പൂർത്തിയായ നിക്ഷേപങ്ങൾ 117 കോടി രൂപ ഇതിനകം സംസ്ഥാന സർക്കാർ തിരിച്ചു നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി തുക നൽകുന്നതിന് ഇ.ഡി. തടസ്സമാകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പ്രധാനമന്ത്രി പറഞ്ഞത് കളവാണ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് നിക്ഷേപകർക്ക് 117 കോടി രൂപ തിരിച്ചു നൽകിയപ്പോൾ ബാക്കി തുക നൽകുന്നതിന് കേന്ദ്ര ഏജൻസി ഇ.ഡി. തടസ്സം നിൽക്കുകയാണ്. കോടികളുടെ അഴിമതി നടത്തി കള്ളം പറയുന്നു എന്ന് മോദി പറഞ്ഞതിനൊക്കെ മറുപടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവിടെ സുരേഷ് ഗോപി ഈ കരുവന്നൂർ പറഞ്ഞ് ജയിക്കാമെന്ന് കരുതേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മത്സരം എന്നുള്ളത് UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാകും. കരുവന്നൂർ ചില സ്ഥലങ്ങളിലെങ്കിലും BJP-ക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അല്പം വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കാം. പക്ഷേ അത് പൂർണ്ണമായി അവരുടെ വിജയത്തിലേക്കൊന്നും എത്തിക്കുന്ന ഒരു സാഹചര്യമില്ല. ആ രൂപത്തിലുള്ള പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതേസമയം ഈ നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകാനുള്ള കാര്യത്തിലുള്ള വേഗമാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അതോ CPM നേതാക്കളെ തന്നെ പ്രതി ചേർക്കുന്നതിലുള്ള വേഗമാണോ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് രാഷ്ട്രീയമായ കളി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ പ്രധാനമായും പ്രതികളായി പിടിക്കപ്പെട്ടവരെയൊക്കെ മാപ്പുസാക്ഷികളാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ മറ്റേ മദ്യനയ കേസുമായി ഒരു സാമ്യം തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്ക് എത്തുക, CPM-ന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക തുടങ്ങിയ നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയ വേട്ടയുടെ ഒരു ലക്ഷണം അതിൽ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ ജനം മനസ്സിലാക്കും. അപ്പോൾ സ്വാഭാവികമായും അത് UDF-ന് വോട്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നുള്ള എൻ്റെ മനസ്സിലാക്കൽ. അതേസമയം അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VS സുനിൽകുമാറാണ് എന്നൊരു വസ്തുത കൂടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കരുവന്നൂർ മാത്രമാണ് വിഷയം എന്ന രൂപത്തിൽ അത് കൊണ്ടുവരുമ്പോഴും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ മറ്റ് ഒരുപാട് വിഷയങ്ങളുണ്ട്. VS സുനിൽകുമാർ അത്രത്തോളം ജനകീയനുമാണ്. യഥാർത്ഥത്തിൽ സുനിൽകുമാറും മുരളീധരൻ തമ്മിലുള്ള മത്സരമാണ് ശക്തമാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ടാകും, അത് ആർക്കാകും എന്നുള്ളിടത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡോക്ടർ അരുൺ, Meet the editors.